ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ഡൈപോൾ മൊമെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് magnitude of one of the charge of the dipole and dipole length. Dipole moment ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. അതിനുശേഷം ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻട്രൽ നിന്നും ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ആക്സിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³ എന്നാണ് നമുക്ക് കിട്ടിയത്. പി ഡൈപോൾ മൊമെന്റ് ആണ്. ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ്. ഇവിടെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോളിന്റെ സെന്ററിൽ നിന്നും വരക്കുന്ന പെർപെൻഡിക്കുലർ, അതിനെയാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ആ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഡെറിവേഷനും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ AB എന്ന ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുകയാണ്. എയിൽ -q ചാർജും ബിയിൽ +q ചാർജുമാണുള്ളത്. O ആണ് ഡൈപോളിന്റെ സെന്റർ. ഡൈപോൾ ലെങ്ത് 2a ആണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ഓയിൽ നിന്നും ഞാൻ മുകളിലോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഈ പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് M. M എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾക്ക് മെഷർ ചെയ്യുന്നത്. M എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ഡിസ്റ്റൻസ് അകലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ, ആക്സിയൽ ലൈനിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ, നമ്മൾ ആദ്യം +q മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കും. -q മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കും. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും വെക്റ്റർ സം ആയിരിക്കും M എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ +q മൂലം M എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എനിക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ +q M തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഇതാണ് +q നിന്നും M ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഞാൻ x എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ +q നിന്ന് M ഡിസ്റ്റൻസ് x ആണെങ്കിൽ M എന്ന് പറയുന്ന പോയിന്റിൽ +q മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? നമ്മൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? x ഡിസ്റ്റൻസ് അകലെ, q നിന്നും x ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയതുകൊണ്ട് we can write E1 equals 1/4πε0 q divided by x square ആയിരിക്കും. E1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് q ചാർജ് മൂലം ഉണ്ടാവുന്ന M ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി 1/4πε0 q/x square. ഇനി എങ്ങോട്ടേക്കായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ? ഈ E1ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്കറിയാം, പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. E1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് വരിക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, ഇനി രണ്ടാമത് -q മൂലം M എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ -q നിന്നും M ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്.
ആ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. മൈനസ് ക്യൂവിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം എമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് E2 is equal to എന്തായിരിക്കും? 1/4πε0 Q divided by x square എന്ന് തന്നെയായിരിക്കും. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. കാരണം പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും എമ്മിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ്. പക്ഷേ ഇത് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. E2ന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഇതാണ് E2ന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇവർ രണ്ടാളുടെയും റിസൾട്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെയൊക്കെ? E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ആംഗിൾ എടുക്കുന്നു. ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് E1ന്റെ കേസാണ് എടുക്കുന്നത്. വെക്ടർ E1 ആണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. വെക്ടർ E1നെ ഞാൻ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം മോഷനിന്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെക്ടർ റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. എനി വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു പെർപെൻഡിക്കുലർ കമ്പോണന്റ്സ്. അപ്പോൾ ഇവിടെ എനിക്ക് E1നെ എന്ത് ചെയ്യാം? രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ്. E1നെ രണ്ട് കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ one will be along horizontal direction and another will be along vertical direction. ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആരുടെ? E1ന്റെ. ഇതാണ് വെർട്ടിക്കൽ കമ്പോണന്റ് അല്ല. ഇനി ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് ആയതുകൊണ്ട് ഈ കമ്പോണന്റ് ആരാണ്? E1 cos തീറ്റയാണ്. ഈ കമ്പോണന്റ് ആരാണ്? E1 sin തീറ്റയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വെക്ടർ റെസൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ വർഷം മോഷനിന്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇതാണ് E1ന്റെ രണ്ട് കമ്പോണന്റുകൾ. ഇനി ഞാൻ രണ്ടാമത് E2നെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് ആണ് E2. ഈ E2നെ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്താൽ ഒന്നാമത്തെ കമ്പോണന്റ് ഇതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. E1 cos തീറ്റയുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണന്റ്. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് എങ്ങോട്ടേക്കായിരിക്കും? വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടേക്കായിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് E1 cos തീറ്റയുടെ അതേ ഡയറക്ഷനിലും വെർട്ടിക്കൽ കമ്പോണന്റ് E1 sin തീറ്റയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ E2നെ ഞാൻ രണ്ട് കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്തു. ആദ്യം E1നെ രണ്ട് കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്തു. രണ്ടാമത് E2നെ രണ്ട് കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്തു. അതായത് ഇതാണ് E1 എങ്കിൽ ഇതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇനി ഇതാണ് E2ന്റെ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് ആര്? വെർട്ടിക്കൽ കമ്പോണന്റ്. ഇത് ഞാൻ ആ ചിത്രം വേറെ മാറ്റി വരച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഫിഗറിൽ തന്നെ വരയ്ക്കുമ്പോൾ E2ന്റെ രണ്ട് കമ്പോണന്റുകൾ one along horizontal direction, another along vertical direction. അപ്പോൾ E1 cos തീറ്റന്റെ കൂടെ തന്നെയാണ് ആരും വരുന്നത്? E2 cos തീറ്റയും കൂടി വരുന്നത്. അപ്പോൾ E1 cos തീറ്റയും E2 cos തീറ്റയും സെയിം ഡയറക്ഷനിലും E1 sin തീറ്റയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ E1 sin തീറ്റ മുകളിലോട്ടേക്കാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് വരുന്നത്? E2 sin തീറ്റ വരുന്നത്. ഓക്കെ, E1 sin തീറ്റയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ E2 sin തീറ്റ വരുന്നു. E1 cos തീറ്റയുടെ അതേ ഡയറക്ഷനിൽ E2 cos തീറ്റയും വരുന്നു. ഇനി നമുക്കറിയാം E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. അപ്പൊ E1 sin തീറ്റയുടെയും E2 sin തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ രണ്ടാളും ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്യപ്പെടും. E1 sin തീറ്റയും E2 sin തീറ്റയും പരസ്പരം ക്യാൻസൽ ആവും. കാരണം ഇവരുടെ രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. പക്ഷെ E2 cos തീറ്റയും E1 cos തീറ്റയും രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. പക്ഷെ രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ്.
അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? E is equal to E1 cos theta plus E2 cos theta ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. പ്ലസ് ക്യൂ ചാർജ് മൂലം M എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് E1. ഇതാണ് E1ന്റെ ഡയറക്ഷൻ. ഇതിനെ രണ്ട് കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്തു. വെർട്ടിക്കൽ കമ്പോണന്റ് E1 sin തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് E1 cos തീറ്റയും. ഓക്കെ. മൈനസ് ക്യൂ മൂലം M എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് E2. അതിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. E2നെ രണ്ട് കമ്പോണന്റുകളാക്കിയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് E1 cos തീറ്റയുടെ അതേ ഡയറക്ഷനിലായിരിക്കും. ആരാണത്? E2 cos തീറ്റ. എന്നാൽ വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടേക്കായിരിക്കും, അതായത് E1 sin തീറ്റയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് E2 sin തീറ്റ. പക്ഷെ E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ E1 sin തീറ്റയുടെയും E2 sin തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് അവർ രണ്ടാളും എന്തായി? ക്യാൻസലായി. അപ്പൊ നെറ്റ് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഉള്ളതെന്ന് അർത്ഥം. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് ഈ ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിലുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. E ഈക്വൽ ടു എന്താണ്? E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ആ പിക്ചർ ഒന്നുകൂടി വരച്ചിട്ടുണ്ട്. AB ആണ് ഡൈപോൾ. എയിൽ മൈനസ് ക്യൂ ചാർജ്, ബിയിൽ പ്ലസ് ക്യൂ ചാർജ്. ഡൈപോൾ ലെങ്ത് 2a. ഓയിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് ആണ് M. എമ്മിലേക്ക് മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് x തന്നെയാണ്. പ്ലസ് ക്യൂ ചാർജ് മൂലം എമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ E1 ഔട്ട്വേർഡ് ആണ് ഡയറക്ഷൻ. മൈനസ് ക്യൂ ചാർജ് മൂലം എമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ E2 ഇൻവേർഡ് ആണ് ഡയറക്ഷൻ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് ഇത്, വെക്ടർ E. എന്താണ് വെക്ടർ ഇയുടെ മാഗ്നിറ്റ്യൂഡ്? E is equal to E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. E equals E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. ഇനി E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. എത്രയാണത്? 1/4πε0 Q/x² ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ആംഗിൾ ആണ് തീറ്റ. ഇനി നിങ്ങൾ നോക്കുക, E1ന്റെയും E2ന്റെയും വാല്യൂസ് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E is equal to എന്താ കിട്ടുക? 1/4πε0 Q/x² cos തീറ്റ പ്ലസ് 1/4πε0 Q/x² cos theta, or it is equal to 2 into 1/4πε0 Q divided by x² cos theta. ഇതാണ് ഈ ഇക്വേഷൻ. ഇനി നിങ്ങൾ പിക്ചറിൽ നോക്കുക, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. AOM എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ cos തീറ്റ ഈക്വൽ ടു എന്താ നമ്മൾ കിട്ടുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ A ആണ്, ഹൈപ്പോട്ടനസ് x ആണ്. cos തീറ്റ ഈക്വൽ ടു A/x. ആ cos തീറ്റയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 into 1/4πε0 Q/x² into A/x, or we can write 2 into 1/4πε0 Q divided by x³ Q/x³ into AN, or it can be written as 1/4πε0 Q into 2a by x³. 2നെ ഞാൻ ഇവിടത്തേക്ക് എടുത്തുന്നേ ഉള്ളൂ. എന്താണ് Q into 2a? ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് അല്ലേ? അപ്പോൾ ഇതാണ് Q into 2a. Q into 2a എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. Q into 2a ഒക്കെ വരെ നമുക്ക് എന്ത് കൊടുക്കാം? P കൊടുക്കാം. എന്താണ് P? ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4πε0
P divided by x cube, since P equals Q into 2a. Okay. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? E equals 1 by 4 pi epsilon 0 P by x cube. അവിടെ P എന്നാൽ ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് P equal to Q into 2a. പക്ഷേ നമ്മൾക്ക് എക്സിന്റെ ടേമിലല്ല എഴുതേണ്ടത്, സെന്ററിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആറിന്റെ ടേമിലാണ് ഇക്വേഷൻ എഴുതേണ്ടത്, എക്സിന്റെ ടേമിലല്ല. അപ്പൊ നമ്മളിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. AOM എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കിട്ടും അല്ല. എക്സ് സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. By applying Pythagoras theorem, we can write x square equals r square plus a square. അപ്പോൾ x square equal to r square plus a square ആണെങ്കിൽ we can write x cube equal to എന്തായിരിക്കും? r square plus a square whole raised to 3/2 ആയിരിക്കും. x square equal to r square plus a square ആണെങ്കിൽ x cube equals r square plus a square whole raised to 3/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ E is equal to എന്താണ്? 1 by 4 pi epsilon 0 P divided by r square plus a square whole raised to 3/2. ഇനി നമ്മൾ കഴിഞ്ഞ ആക്സിയൽ ലൈനിലുള്ള കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. നിങ്ങൾ ഈ പിക്ചർ നോക്കണ്ട, പിക്ചറിൽ ഞാൻ ഡൈപോളിനെ കുറച്ച് മാഗ്നിഫൈ ചെയ്ത് വരച്ചതേ ഉള്ളൂ. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ആറിനേക്കാൾ വലുതാണ് എ എന്ന് തോന്നാം, പക്ഷേ ഡൈപോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓർമ്മിക്കുക, ടു ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വാല്യൂ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? ആർ സ്ക്വയർ എന്ന് മാത്രമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ ആക്സിയൽ ലൈനിൽ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടും? 1 by 4 pi epsilon 0 P divided by r square whole raised to 3/2 എന്ന് കിട്ടും. എന്താണ് കാരണം? Since r is very much greater than a, r square plus a square approximately equal to r square. എന്താണ് r square raised to 3/2? r cube ആയിരിക്കും അല്ലേ? r raised to 2 into 3/2, 2 into cancel ആയാൽ r cube. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by 4 pi epsilon 0 P divided by r cube. ഇതാണ് എവിടെയുള്ള ഇക്വിറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഒരു ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണെന്ത്? 1 by 4 pi epsilon 0 P by r cube. P എന്താണ്? ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? വെക്ടർ ഇയുടെ ഡയറക്ഷൻ ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ, ഡൈപോൾ മൊമെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മൈനസ് ക്യൂവിൽ നിന്ന്, നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ, വെക്ടർ ഇയുടെ ഡയറക്ഷൻ. അപ്പൊ വെക്ടർ ഇയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് വെക്ടർ പിയുടെ ഡയറക്ഷൻ അല്ലെ? ആക്സിയൽ ലൈനിന്റെ കേസിൽ വെക്ടർ ഇയുടെ ഡയറക്ഷനും വെക്ടർ പിയുടെ ഡയറക്ഷനും എന്തായിരുന്നു? സെയിം ആയിരുന്നു. പക്ഷെ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ കേസിലോ വെക്ടർ ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, വെക്ടർ പിയുടെ ഡയറക്ഷൻ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ വെക്ടർ ഇ ആൻഡ് വെക്ടർ പി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇതേ ഇക്വേഷൻ, ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, ഇതേ ഇക്വേഷൻ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് എഴുതണം? വെക്ടർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് 1 by 4 pi epsilon 0 vector p divided by r cube എന്ന് എഴുതണം. Negative sign shows what? The direction of electric field and dipole moment are opposite. Electric field direction, dipole moment direction opposite ആണ് ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ പോയിന്റിലെയും ഇക്വിറ്റോറിയൽ ലൈനിലെ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആക്സിയൽ ലൈനിലുള്ള ഇക്വേഷൻ എന്താണ്? 1 by 4 pi epsilon 0 2p by r cube എന്ന് കിട്ടിയപ്പോൾ ഇക്വിറ്റോറിയൽ ലൈനിൽ എന്താ കിട്ടിയത്? മൈനസ് 1 by 4 pi epsilon 0 p by r cube എന്നാണ് കിട്ടിയത്.
ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും എന്താണ്? സെയിം ആണ്. ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്. എന്നാൽ ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് സെയിം വന്നത്? നെഗറ്റീവ് സെയിം വന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ 1/4πε0 2p/r³. ഇക്വിറ്റോറിയൽ ലൈനിൽ 1/4πε0 p/r³. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് വ്യക്തമാണ് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡബിൾ ആയിരിക്കും അല്ല. സെയിം ഡിസ്റ്റൻസ് അകലെ, ആർ ഡിസ്റ്റൻസ് അകലെ ആക്സിയൽ ലൈനിലുള്ള, എവിടുന്നാണ് ആർ ഡിസ്റ്റൻസ് അകലെ? ഡൈപോളിന്റെ സെൻട്രൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡബിൾ ആയിരിക്കും. കാരണം ഇവിടെ 2 എന്ന് പറയുന്ന ഫാക്ടർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഇ ആക്സിയൽ ഡിവൈഡഡ് ബൈ ഇ ഇക്വിറ്റോറിയൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണെന്ന് എഴുതാം. അതായത് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ 2 ടൈംസ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. ഓക്കെ.